സാലി അനന്തകൃഷ്ണൻ ഈ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് പറഞ്ഞത് ജീവന് ഭീഷണി ഉണ്ട് എന്നാണ്. രാഷ്ട്രീയക്കാരും ഉന്നതരുമൊക്കെ ഇതിൽ ബന്ധമുള്ളതിനാൽ ജീവന് ഭീഷണി ഉണ്ട് എന്ന് അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോട് പറയുന്നു. രാവിലത്തെ മൊഴികളുടെ പുറത്തുവന്ന മൊഴികളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അതിനെ എങ്ങനെ വിലയിരുത്തണം? അതായത് വളരെ ഗൗരവമുള്ളൊരു വെളിപ്പെടുത്തലാണ് രാവിലെ പുറത്തു വന്നത്. അത് പുറത്തു വന്നത് പോലീസ് സോഴ്സിൽ നിന്നാണ്. പോലീസിന് ഈ അനന്തകൃഷ്ണൻ നൽകിയ മൊഴിയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാർത്തകൾ വന്നതും അതിൻ്റെ ഒരു ആധികാരികത സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തതാണ് മാധ്യമങ്ങളാൽ. അത് പക്ഷേ ഉച്ചയ്ക്ക് അയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാൾ മാറ്റി പറഞ്ഞു, അയാൾ ചേർത്തു പറഞ്ഞ ഒരു വാചകം കൂടിയുണ്ട്, തനിക്ക് ഭീഷണിയുണ്ട് എന്നുള്ളത്. സമ്മർദ്ദമോ ഭീഷണിയോ പ്രലോഭനമോ എന്താണേലും പുറത്ത് അങ്ങനെ തിരുത്തി പറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സമർപ്പിക്കുന്ന രേഖകളിൽ ആരുടെയൊക്കെ പേരുണ്ടാകും എന്ന് പരിശോധിച്ചാൽ അറിയാം ഈ പേരുകളൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ. അത് കൃത്യമായി എവിടെ വെച്ച് എങ്ങനെ കൈമാറി, ആര് മുഖേന കൈമാറി, എങ്ങനെ ഫോൺ ചെയ്തു, ആർക്ക് കൊടുക്കാൻ പറഞ്ഞു തുടങ്ങി മുഴുവൻ കാര്യങ്ങളും മൊഴിയായി അനന്തകൃഷ്ണൻ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇന്നലെയും മിനിയാന്നുമായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ വാർത്ത പുറത്തു വന്നതും അന്വേഷണ സംഘം അന്വേഷിച്ച മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതും. ഏതായാലും ഇന്ന് അയാളത് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രലോഭനമോ സമ്മർദ്ദമോ ഭീഷണിയോ എന്തുമാകാം, എങ്കിലും ആ മൊഴിയായി തന്നെ നിലനിൽക്കുന്നു. അത് പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ അത് ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഉറപ്പും വിവരവും. അതായത് അതിങ്ങനെയായിരുന്നു: മാത്യു കുഴൽനാടൻ MLA 7.5 ലക്ഷം രൂപ പണമായി വാങ്ങി, ഡീൻ കുര്യാക്കോസ് ഇടുക്കി MP 30 ലക്ഷം പണമായും 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്കും വാങ്ങി, ഫ്രാൻസിസ് ജോർജ് കോട്ടയം MP കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് 10 ലക്ഷം രൂപ പണമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് 3 മൊഴികൾ ആയി ഉണ്ടായിരുന്നത്. ആ മൊഴികളിൽ അയാൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉറച്ചു നിന്നിട്ടുണ്ട്. ആ മൊഴി അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബാങ്ക് ട്രാൻസാക്ഷന് മാത്രമേ രേഖയുള്ളൂ എന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ ഈ പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഇതിനെ രേഖയുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്, പക്ഷേ ഞാൻ വിഡ്ഢിയല്ലല്ലോ, താൻ വിഡ്ഢിയല്ലല്ലോ, അതുകൊണ്ട് ഈ കൊടുത്ത പണത്തിനൊക്കെ തെളിവ് എൻ്റെ കൈവശമുണ്ട് എന്നൊരു വാചകം കൂടി ഈ മൊഴിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് വസ്തുതയും. അപ്പോൾ അതിനർത്ഥം ഈ പണം കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾ കോടതിയിൽ പോകുന്ന വഴിക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലമായ നിഷേധം മാത്രമാണ്. മറിച്ച് അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയ മൊഴിയിലും അവർ രേഖപ്പെടുത്തിയ സ്റ്റേറ്റ്മെൻറ്റിലും ഈ പ്രതി ഒപ്പിട്ട് നൽകിയ വിവരങ്ങളിലും എല്ലാം ഈ പേരുകളും മറ്റ് ചില പേരുകളുമുണ്ട്. ആ പേരുകളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഒപ്പം ചേർത്ത് പറയേണ്ട കാര്യം, ഈ ആളുകൾ ഈ പേര് പറഞ്ഞ 3 പേരും ഈ അനന്തകൃഷ്ണൻ സംഘടിപ്പിച്ച സീഡിൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത നേതാക്കന്മാരാണ്. പക്ഷേ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇവർ പൊതുപ്രവർത്തകരാണ്, 3 പേരും ജനപ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മണ്ഡലങ്ങളിൽ നടക്കുന്ന പൊതുപരിപാടികളിൽ ഇവർ പങ്കെടുക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് പല പരിപാടികളിലും പങ്കെടുക്കുക എന്നത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്ന കാര്യമാണ്. അത് പരിശോധിച്ച ശേഷം അവർ പങ്കെടുക്കുന്നതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നത് തന്നെയാണ്. അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ ഇവർക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നിടത്താണ് ഈ ചിത്രം മാറുന്നത്. എന്ന് മാത്രമല്ല, ആളുകൾ പറയുന്നത് തങ്ങളുടെ MLA-മാർ MP-മാർ പങ്കെടുത്ത പരിപാടികളിൽ അവർ പങ്കെടുത്തു എന്നതുകൊണ്ട് ഒരു വിശ്വാസ്യത വരികയാണ് ഈ പരിപാടിക്ക്. സ്വാഭാവികമായും അവരെ വിശ്വസിച്ച് അവർ ഈ പരിപാടിയുടെ പ്രചാരകരായതോടുകൂടി പാതി വിലയ്ക്ക് ഈ സാധനങ്ങൾ കിട്ടുമെന്ന് വിശ്വസിച്ച് ഇതിൽ പണം കൊടുത്തവരുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്നല്ലേ? നമുക്ക് തന്നെ ഒരു വീട്ടമ്മ നൽകിയ ബൈറ്റിൽ പറയുന്നുണ്ട്, മൂവാറ്റുപുഴയിൽ വെച്ച് അവർ പണം നഷ്ടപ്പെട്ടവരാണ്. 72,000 രൂപ ആക്ടിവ സ്കൂട്ടറിൻ്റെ പാതി പണം അടച്ചയാളാണ്. അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടുമില്ല. പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴാണ് നമ്മൾ ബൈറ്റ് എടുത്തത്, പ്രതികരണം എടുത്തത്. അവർ പറഞ്ഞത്, നമ്മൾ ചോദിച്ചു എങ്ങനെ ഇത് വിശ്വസിച്ചു? സാധാരണ ലോജിക്കുള്ള മനുഷ്യർക്ക് പകുതി പണത്തിനൊരു സ്കൂട്ടർ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ MLA അടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയിലാണ് ഈ പ്രഖ്യാപനവും ആദ്യഘട്ടത്തിൻ്റെ വിതരണവും ഒക്കെ നടന്നത് എന്നുള്ളത്. സാധാരണ പാവപ്പെട്ട മനുഷ്യരെ ഈ ആളുകളുടെ, ഈ ജനപ്രതിനിധികളുടെ സാന്നിധ്യം പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ. അത് കേവലമായി കെണിയിൽ വീഴുകയായിരുന്നില്ല ഈ 3 ജനപ്രതിനിധികൾ എന്നാണ് ഇന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഒരർത്ഥത്തിൽ അവരെ അനന്തകൃഷ്ണൻ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. ഈ 7.5 ലക്ഷവും 35 ലക്ഷവും 10 ലക്ഷവും എന്നൊക്കെ പറയുന്ന 3 പേർക്ക് കൊടുത്ത പണവും അവരാ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പ്രതിഫലമായി നമ്മൾ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ ആ പ്രതിഫലം വാങ്ങി പബ്ലിക്കിനെ
കബളിപ്പിക്കാൻ ഈ ജനപ്രതിനിധികൾ കൂട്ടുനിന്നോ എന്ന സംശയമാണ് ഉയരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മൊഴിയുടെ രേഖകൾ, ഇയാൾ നൽകിയ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പകർപ്പുകൾ എല്ലാം കോടതിയിൽ ഹാജരാക്കുകയും കോടതി അത് പരിശോധിക്കുകയും കോടതിയിലെത്തുന്നതോടുകൂടി അത് പബ്ലിക് ഡോക്യുമെൻ്റായി മാറുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആരുടെയൊക്കെ പേര് എങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വ്യക്തതയോടെ വരും. അത് എത്രമാത്രം ഇയാൾ ഏത് സമ്മർദ്ദത്തെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോഴും ഒക്കെ മാധ്യമങ്ങളോട് നിഷേധിച്ചാലും ഈ സ്റ്റേറ്റ്മെൻറ്റായി തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ 3 നേതാക്കളും ഇപ്പോൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അവർ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. പക്ഷേ എങ്കിലും ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ വരെ ഈ വിവരങ്ങൾ നൽകുമ്പോഴും ഒക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ പ്രതി ഒരു തട്ടിപ്പുകാരൻ നൽകുന്ന ഒരു വിവരം എത്രമാത്രം വസ്തുതാപരമാണ് എന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. അത് അപ്പോഴും ഇപ്പോഴും ഒക്കെ സംശയമുണ്ട്.